ഈ വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ടേ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. എന്നിട്ട് ഇതാണ് കേട്ടോ സംഭവം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക മുട്ട തോരനല്ല, ഇത് വേറൊരു സ്റ്റൈലാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിന്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് വെന്ത് വരുമല്ലോ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അവിടെ ഇതുപോലെ വെന്ത് വരണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് ആയി കിട്ടുമ്പോഴേക്കേ ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ഒരു സവാളന്റെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് ആ സവാളയ്ക്ക് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു തക്കാളിന്റെ പകുതി അതും കൂടെ ചേർത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോഴ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയൊക്കെ ചേർക്കാം കേട്ടോ. 3 ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കുറയ്ക്കാൻ നിൽക്കണ്ട. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടേ ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പൊ ഈ ഒരു റെസിപ്പിക്ക് കുറച്ചധികം തോനെ മുട്ട ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിനോ തോരനോ എന്ത് വേണേലും പറയാം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?